അപ്പോൾ ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് വർക്ക്ഷീറ്റ് ടാബ്സ് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, കളർ കൊടുക്കുന്നത് എങ്ങനെയാണ്, ഓർഡർ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ആയിരുന്നു. പക്ഷേ ഈ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വർക്ക്ഷീറ്റ് ഫോർമാറ്റ് ചെയ്യുന്നത്, എക്സലിനകത്തെ വർക്ക്ഷീറ്റുകൾ ഫോർമാറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഈ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പേജ് നമ്പർ 130 തൊട്ടാണ് നമ്മുടെ എക്സൽ വർക്ക്ഷീറ്റ് ഫോർമാറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞേക്കുന്നത്. There are many types of formatting that can be applied to Microsoft Excel worksheet. The most commonly used formatting command shown on the Home tab in 3 groups. നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൈക്രോസോഫ്റ്റ് എക്സൽ വർക്ക്ഷീറ്റിന് ഡിഫറെൻറ്റ് ഫോർമാറ്റിംഗ് അപ്ലൈ ചെയ്യാൻ പറ്റും. മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന ഫോർമാറ്റിംഗ് കമാൻഡ്സ് ഫോണ്ട് ടാബിനകത്താണ് കാണപ്പെടുന്നത്. അതായത് ഈ ഹോം ടാബിനകത്താണ് കാണപ്പെടുന്നത്. അപ്പോൾ ഈ ഹോം ടാബിനകത്ത് ഫോണ്ട് ഗ്രൂപ്പ് ഉണ്ട്. ഫോണ്ട് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇതാണ്. അതുപോലെ തന്നെ അലൈൻമെൻറ്റ് ഗ്രൂപ്പ് ഉണ്ട്. മൂന്നാമത്തേന്ന് പറയുന്നത് നമ്പർ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഈ 3 ഗ്രൂപ്പും കൂടെ ചേർന്നതാണ് നമ്മുടെ ഒരു എക്സൽ വർക്ക്ഷീറ്റിൻ്റെ ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോണ്ട് ഗ്രൂപ്പിനകത്തെന്ന് പറഞ്ഞപ്പോൾ ടെക്സ്റ്റിനകത്ത് പറയുന്നുണ്ട്, ദ ഫോണ്ട് ഗ്രൂപ്പ് കമാൻഡ്സ് ചേഞ്ച് ദ അപ്പിയറൻസ് ഓഫ് ടെക്സ്റ്റ് വിതിൻ എ സെൽ ഓർ ഓഫ് ദി സെൽ ഇറ്റ് സെൽഫ്. അപ്പോൾ നമ്മുടെ സെല്ലിനുള്ളിലുള്ള ടെക്സ്റ്റിൻ്റെ അപ്പിയറൻസ് മാറ്റുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഫോണ്ട് ഗ്രൂപ്പ് കമാൻഡ്സ് യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് അലൈൻമെൻറ്റ് ഗ്രൂപ്പാണ്. അപ്പോൾ അലൈൻമെൻറ്റ് ഗ്രൂപ്പ് എന്ന് പറയുമ്പം നമ്മുടെ ടെക്സ്റ്റിൻ്റെ പൊസിഷൻ മാറ്റുന്നതിന് വേണ്ടിയാണ് സെക്കൻഡ് അലൈൻമെൻറ്റ് ഗ്രൂപ്പ്. ദ അലൈൻമെൻറ്റ് ഗ്രൂപ്പ് കമാൻഡ്സ് ചേഞ്ച് ദ പൊസിഷൻ ഓഫ് ടെക്സ്റ്റ് വിതിൻ എ സെൽ ഓർ സെൽസ്. അപ്പോൾ നമ്മുടെ സെല്ലിനകത്തുള്ള ടെക്സ്റ്റിൻ്റെ പൊസിഷൻ മാറ്റുന്നതിന് വേണ്ടിയാണ് അലൈൻമെൻറ്റ് ഗ്രൂപ്പ് യൂസ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ ഗ്രൂപ്പ് നമ്പർ ഗ്രൂപ്പാണ്. ദ നമ്പർ ഗ്രൂപ്പ് കമാൻഡ്സ് ചേഞ്ച് ദ ഫോർമാറ്റ് ഓഫ് നമ്പേഴ്സ് ആൻഡ് ഡേറ്റ്സ് വിതിൻ എ സെല്ല്. അപ്പം നമ്മുടെ നമ്പർ ഗ്രൂപ്പ് എന്ന് പറയുമ്പം നമ്മുടെ സെല്ലിനുള്ളിലുള്ള നമ്പറിൻ്റെ അല്ലെങ്കിൽ ഡേറ്റ്സിൻ്റെ ഫോർമാറ്റ് മാറ്റുന്നതിന് വേണ്ടിയാണ് നമ്മൾ നമ്പർ ഗ്രൂപ്പ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ മെയിൻലി മൂന്ന് ഗ്രൂപ്പ്സാണ് നമ്മുടെ എക്സൽ വർക്ക്ഷീറ്റുകൾ ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഫോർമാറ്റിംഗ് ചേഞ്ചസ് ക്യാൻ ബി അപ്ലൈഡ് ടു ഓൾ വർക്ക്ഷീറ്റ്, എ റേഞ്ച് ഓഫ് സെൽസ് വിതിൻ എ വർക്ക്ഷീറ്റ്, ഇൻഡിവിജ്വൽ സെൽസ്, സം ഡേറ്റ്സ്, ഇവൻ ടെക്സ്റ്റ് വിതിൻ എ സെല്ല്. അപ്പം ഇനി നെക്സ്റ്റ് സെൽ ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് വിശദമായിട്ട് പരിചയപ്പെടാം. വെൻ വി ഫോർമാറ്റ് സെൽസ് ഇൻ എക്സൽ വി ചേഞ്ച് ദ അപ്പിയറൻസ് ഓഫ് എ നമ്പർ വിത്തൗട്ട് ചേഞ്ചിങ് ദ നമ്പർ ഇറ്റ് സെൽഫ്. അപ്പോൾ നമ്മൾ ഒരു എക്സലിനകത്തുള്ള സെൽസ് ഫോർമാറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ അതിനകത്തുള്ള സെല്ലിനകത്തുള്ള നമ്പറിൻ്റെ അപ്പിയറൻസ് മാറ്റുവാണ്. നമ്മൾ നമ്പർ ചേഞ്ച് ചെയ്യാതെ തന്നെ നമ്മുടെ നമ്പറിൻ്റെ അപ്പിയറൻസ് മാറ്റുന്നതിനെയാണ് ഫോർമാറ്റ് ചെയ്യുക എന്ന് പറയുന്നത്, സെൽസ് ഫോർമാറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. വി ക്യാൻ അപ്ലൈ എ നമ്പർ ഫോർമാറ്റ് ഓർ അതർ ഫോർമാറ്റിംഗ്. അപ്പോൾ നമുക്ക് നമ്മുടെ സെല്ലിലെ ടെക്സ്റ്റിൻ്റെ അപ്പിയറൻസ് മാറ്റാം. നമ്മൾ ഒന്നെങ്കിൽ അതിനെ നമ്പർ ഫോർമാറ്റിലേക്ക് അല്ലെങ്കിൽ അലൈൻമെൻ്റ് ഒക്കെ മാറ്റിക്കൊടുക്കുക. അപ്പോൾ എങ്ങനെയെന്നാണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്, ടെക്സ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 0.82 എന്ന് പറയുന്ന ഒരു സെല്ല് നമ്മൾ വേറൊരു ഫോർമാറ്റിലേക്ക് മാറ്റുവാണ്. വെൻ വി ഫോർമാറ്റ് സെൽസ് ഇൻ എക്സൽ, ഫസ്റ്റ് ഇവിടെ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ടല്ലേ പേജ് നമ്പർ 130-നകത്ത്. എൻ്റർ ദ വാല്യൂ 0.8 ഇൻറ്റു സെൽ B2. ബൈ ഡിഫോൾട്ട് എക്സൽ യൂസസ് ജനറൽ ഫോർമാറ്റ് ഫോർ നമ്പേഴ്സ്. ടു അപ്ലൈ നമ്പർ ഫോർമാറ്റ് യൂസ് ദ ഫോർമാറ്റ് സെറ്റ് ഡയലോഗ് ബോക്സ്. അപ്പം ഇത് ജനറൽ ഫോർമാറ്റിലാണ് സാധാരണ നമ്മുടെ എക്സലിനകത്ത് കിടക്കുന്നത്. നമുക്കിനി ഇതിൻ്റെ ഫോർമാറ്റ് മാറ്റണമെങ്കിൽ നമ്മൾ ഇതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യണം കേട്ടോ. സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഫോർമാറ്റ് സെൽസിന് ഓപ്ഷൻ കൊടുത്ത്, ഇപ്പോൾ ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് റൈറ്റ് ക്ലിക്ക് ആൻഡ് ഫോർമാറ്റ് സെൽ, ദ ഫോർമാറ്റ് സെൽ ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയല്ലോ അല്ലേ. ഫോർ എക്സാമ്പിൾ സെലക്ട് കറൻസി സെലക്ട് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. ക്ലിക്ക് ഓക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ കറൻസി സിമ്പിളിലേക്ക് നമ്മുടെ ഈ നമ്പർ മാറി. സെൽ B2 still contains the number 0.8. We can only change the appearance of this number. അപ്പോൾ നമ്മൾ ആ നമ്പർ മാറ്റിയില്ല, പക്ഷേ അതിൻ്റെ അപ്പിയറൻസ് മാത്രമാണ് മാറ്റിയത്. The most frequently used formatting commands are available in Home tabs. അപ്പോൾ നമ്മൾ ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്യുന്ന ഫോർമാറ്റിംഗ് കമാൻഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഹോം ടാബ്സിനകത്താണ് ഉള്ളത്.
ഇനി നമുക്ക് 131ാമത്തെ പേജിനകത്ത് തന്നെ ഓൺ ദ ഹോം ടാബ് ഇൻ ദ നമ്പർ ഗ്രൂപ്പ് ക്ലിക്ക് ദ പേഴ്സൻറ്റേജ് സിമ്പിൾ ടു അപ്ലൈ പേഴ്സൻറ്റേജ് ഫോർമാറ്റ്. അതുപോലെ തന്നെ നമ്മുടെ നമ്പർ ഗ്രൂപ്പിനകത്തുള്ള പേഴ്സൻറ്റേജ് സിമ്പിൾ ക്ലിക്ക് ചെയ്താൽ അതിനെ നമ്മൾ പേഴ്സൻറ്റേജ് ഫോർമാറ്റിലേക്ക് മാറ്റാം. ഇപ്പം കറൻസി സിമ്പിൾ ആണ് കിടക്കുന്നത്, അതിനെ നമുക്ക് പേഴ്സൻറ്റേജ് ഫോർമാറ്റിലേക്ക് മാറ്റാം. ഓൺ ദ ഹോം ടാബ് അലൈൻമെൻറ്റ് ഗ്രൂപ്പ് സെൻറ്റർ നമ്പർ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ അലൈൻമെൻറ്റ് ഗ്രൂപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ടെക്സ്റ്റിനെ, സെല്ലിനകത്തുള്ള ടെക്സ്റ്റിനെ അലൈൻ ചെയ്യാം. ഓൺ ദ ഹോം ടാബ് ഫോണ്ട് ഗ്രൂപ്പ് ഔട്ട്സൈഡ് ബോർഡേഴ്സ് ആൻഡ് ചേഞ്ച് ദ ഫോണ്ട് കളർ ടു ബ്ലൂ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഔട്ട്സൈഡ് ബോർഡർ അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ഫോണ്ടിൻ്റെ കളർ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ വിശദമായിട്ട് ഫോർമാറ്റിങ്ങിലേക്ക് കടക്കുവാണ്. ഫോർമാറ്റിംഗ് ഫോൺസ്, എങ്ങനെയാണ് ഫോൺസ് ഫോർമാറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് ഫോണ്ട് ഗ്രൂപ്പ് ബോൾഡ്, ഇറ്റാലിക്സ് ആൻഡ് അണ്ടർലൈൻ ടെക്സ്റ്റ്. അപ്പം ഫോണ്ട് ഗ്രൂപ്പിനകത്തെ നമ്മൾ ബോൾഡ്, ഇറ്റാലിക്സ്, അണ്ടർലൈൻ ടെക്സ്റ്റ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ടു ബോൾഡ് ടെക്സ്റ്റ് ഇൻ മൈക്രോസോഫ്റ്റ് എക്സൽ സെലക്ട് ദ സെൽ ഓർ സെൽസ് ഇൻ വിച്ച് യു വിഷ് ടു ബോൾഡ് ദ ടെക്സ്റ്റ്. ഓൺ ദ ഹോം ടാബ് ഫോണ്ട് ഗ്രൂപ്പ് ക്ലിക്ക് ബോൾഡ് കമാൻഡ്. അപ്പോൾ നമ്മൾ ഏത് സെല്ലിനെയാണോ ബോൾഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് സെലക്ട് ചെയ്യുക. ഇതാണ് ഫോണ്ട് ഗ്രൂപ്പ്. അപ്പോൾ ഈ ഫോണ്ട് ഗ്രൂപ്പിനകത്തെ ബോൾഡ് എന്ന് പറയുന്ന കമാൻഡ് അപ്ലൈ ചെയ്യുക. ഇതേ സെയിം സ്റ്റെപ്പ് തന്നെയാണ് ഇറ്റാലിക്സ് ആക്കാൻ. സെലക്ട് ചെയ്യുക, ഇറ്റാലിക്സ് അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ അണ്ടർലൈൻ ചെയ്യാനും ഈ സെയിം കമാൻഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് പേജ് നമ്പർ 132-നകത്ത് ബോൾഡ്, ഇറ്റാലിക്സ് ആൻഡ് അണ്ടർലൈൻ ടെക്സ്റ്റ് എന്ന് പറഞ്ഞേക്കുന്നത്. ഇനി നമുക്ക് സെല്ലിന് ആഡ് ബോർഡേഴ്സ് ടു സെൽസിന് എങ്ങനെ ബോർഡർ ആഡ് ചെയ്യാമെന്ന് നോക്കാം. ടു ആഡ് ബോർഡേഴ്സ് ആൻഡ് ബോക്സസ് ടു സെൽസ് ഇൻ മൈക്രോസോഫ്റ്റ് എക്സൽ സെലക്ട് ദ സെൽ ഓർ സെൽസ് to which you wish to add borders. On the home tab in the font group click the arrow to the right to the borders command. Select the type of border box you wish to add from drop down menu box. അപ്പോൾ നമ്മുടെ ഹോം ടാബിനകത്തെ ഫോണ്ട് ഗ്രൂപ്പിനകത്തെ ബോർഡേഴ്സ് കമാൻഡ് എടുക്കുവാണ് ബോർഡർ അപ്ലൈ ചെയ്യാൻ. ഇതിനകത്ത് ഏത് ബോർഡർ വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഔട്ട്സൈഡ് ബോർഡർ എടുത്തു. ഇനി നമുക്ക് ചേഞ്ച് ടെക്സ്റ്റ് ആൻഡ് സെൽ കളർ എങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. To change the color of text in cells in Microsoft Excel, select the cells or cells in which you wish to change the color of text. On the home tab, the font group, click the arrow to the right of the font color command. Select the color from drop down menu. അപ്പോൾ ഇതിനകത്തെ ഫോണ്ട് ഗ്രൂപ്പിനകത്ത് തന്നെ ഇതാട്ടോ ഫോണ്ട് കളർ മാറ്റാനുള്ള ഓപ്ഷൻ. ഇതിനകത്ത് റൈറ്റിലുള്ള ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഏത് കളറാണോ അപ്ലൈ ചെയ്യേണ്ടത് അത് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഫില്ല് ചെയ്യാൻ ടു ചേഞ്ച് ദ ഫിൽ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഈ സെല്ലിനകത്ത് കളറ് ഫില്ല് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണ് ഫിൽ കളർ. അതും ഈ ഫോണ്ട് ഗ്രൂപ്പിനകത്ത് ക്ലിക്ക് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പോൾ ഇതാണ് ചേഞ്ച് ടെക്സ്റ്റ് ആൻഡ് സെൽ കളേഴ്സ് എന്ന് പറഞ്ഞേക്കുന്നത്. ഇനി നമുക്ക് ഫോണ്ട് സൈസ് മാറ്റാം. അതിനുള്ള ഓപ്ഷൻ ഈ ഫോണ്ട് ടാബിനകത്ത് തന്നെയുണ്ട്. ഇതാണ് നമ്മുടെ ഫോണ്ട് മാറ്റാനുള്ള ഓപ്ഷൻ. അതുപോലെ തന്നെ ഫോണ്ടിൻ്റെ സൈസ് മാറ്റാനുള്ള ഓപ്ഷൻ ഇതാണ്. ഇനി നമുക്ക് പേജ് നമ്പർ 134-നകത്തെ അലൈനിങ്, റാപ്പിംഗ് ആൻഡ് റൊട്ടേറ്റിംഗ് ടെക്സ്റ്റ്. നമുക്ക് അലൈൻമെൻറ്റ് ഗ്രൂപ്പ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. ടെക്സ്റ്റ് വിതിൻ സെൽസ് ഇൻ മൈക്രോസോഫ്റ്റ് എക്സൽ ക്യാൻ ബി അലൈൻഡ് ബോത്ത് വെർട്ടിക്കലി ആൻഡ് ഹൊറിസോണ്ടലി. അപ്പം നമ്മുടെ മൈക്രോസോഫ്റ്റ് എക്സലിലുള്ള സെൽസിലെ ടെക്സ്റ്റിനെ അലൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് വെർട്ടിക്കലി അലൈൻ ചെയ്യാം, അല്ലെങ്കിൽ ഹൊറിസോണ്ടലി അലൈൻ ചെയ്യാം. To align text vertically within a cell or cells in Microsoft Excel, select the cell or cells you wish to align the text. On the home tab alignment group, click either the top align, middle align or bottom align. അപ്പോൾ നമുക്ക് നമ്മുടെ ടെക്സ്റ്റിനെ വെർട്ടിക്കലി അലൈൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അലൈൻമെൻറ്റ് ഗ്രൂപ്പിലുള്ള ഈ 3 അപ്ലൈ ചെയ്യാമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത് ഫസ്റ്റ് ടോപ്പ് അലൈന്, ഇത് സെക്കൻഡ് മിഡിൽ അലൈന്, ഇത് ബോട്ടം അലൈൻ അല്ലേ. നമുക്ക് മിഡിൽ അലൈൻ നോക്കാം അല്ലേ. ഇപ്പം മിഡിൽ തന്നെയാണ് കിടക്കുന്നത്. ടു അലൈൻഡ് ഹൊറിസോണ്ടലി within a cell or cells in Microsoft Excel, select the cell or cells in which you wish to align the text. On the home tab alignment group, click either the align text left, center or align text right command. അതുപോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റിനെ ഹൊറിസോണ്ടലി അലൈൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ താഴെയുള്ള 3 ഓപ്ഷൻസ്. ഫസ്റ്റ് വൺ അലൈൻ ലെഫ്റ്റ്, അലൈൻ സെൻറ്റർ,
അലൈൻ റൈറ്റ്, ഇതിലേതെങ്കിലും അപ്ലൈ ചെയ്യാം. അപ്പം നമുക്ക് വെർട്ടിക്കലി അലൈൻ ചെയ്യണമെങ്കിൽ ഈ 3 ഓപ്ഷനും, ഹൊറിസോണ്ടലി അലൈൻ ചെയ്യണമെങ്കിൽ ഈ 3 ഓപ്ഷനുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു വലിയൊരു സെൻറ്റൻസ് നമ്മുടെ സെൽസിനകത്ത് എഴുതണം. അപ്പം അതിനുവേണ്ടി നമ്മൾ ഒരെണ്ണം ടൈപ്പ് ചെയ്യുക. ദിസ് ഇസ് എ സെൽ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ നോക്കുമ്പം കണ്ടോ, ഈ സെല്ലിനുള്ളിലല്ലേ നമ്മുടെ ടെക്സ്റ്റ് ഇരിക്കുന്നത്. അപ്പം നമുക്കിതിനെ നമ്മുടെ ഈ ടെക്സ്റ്റിനകത്തോട്ട് റാപ്പ് ചെയ്യണമെങ്കിൽ ഉള്ള ഒരു ഓപ്ഷനാണ് ഇനി പറയുന്നത്. ബൈ ഡിഫോൾട്ട് ടെക്സ്റ്റ് ഇൻ മൈക്രോസോഫ്റ്റ് എക്സൽ റിമെയിൻസ് ഓൺ 1 line. റാപ്പിംഗ് ടെക്സ്റ്റ് ദ വേ ടു ഗെറ്റിംഗ് ടെക്സ്റ്റ് ടു ഷോ മൾട്ടിപ്പിൾ ലൈൻ വിതിൻ എ സെൽ. അപ്പം നമുക്ക് നമ്മൾ എഴുതിപ്പോയപ്പം 2-3 ലൈനിലുള്ള നമ്മുടെ ടെക്സ്റ്റിനെ ഒരു സെല്ലിൽ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയാണ് നമ്മൾ റാപ്പിംഗ് ടെക്സ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ സെൽസ് റാപ്പ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. സെലക്ട് ദ സെൽ ഓർ സെൽസ് ഇൻ വിച്ച് യു വിഷ് ടു റാപ്പ് ദ ടെക്സ്റ്റ് ഓൺ ദ ഹോം ടാബ് അലൈൻമെൻറ്റ് ഗ്രൂപ്പ് ടെക്സ്റ്റ് ക്ലിക്ക് റാപ്പ് ടെക്സ്റ്റ്. അപ്പോൾ ഹോം ടാബിനകത്തെ അലൈൻമെൻറ്റ് ഗ്രൂപ്പിനകത്തെ റാപ്പ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ആ കണ്ടന്റ് അപ്ലൈ ചെയ്താൽ മതി. ഇത് ഓറിയൻറ്റേഷനാണ് കേട്ടോ. ഈ റാപ്പ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സെല്ലിനുള്ളിൽ തന്നെ നമ്മുടെ ടെക്സ്റ്റിനെ ഉൾക്കൊള്ളിക്കാൻ പറ്റും. ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റിനെ റൊട്ടേറ്റ് ചെയ്യുന്ന അത് ഈ ഓപ്ഷനാണ് കേട്ടോ. ഓറിയൻറ്റേഷൻ എന്ന് പറയുന്ന ഈ ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണോ ഓറിയൻറ്റ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എങ്ങനെ വേണമെങ്കിലും നമുക്ക് നമ്മുടെ സെല്ലിനെ ഓറിയൻറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ടെക്സ്റ്റിനെ ഇൻഡന്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ഇൻഡന്റിങ് ടെക്സ്റ്റ് ഇസ് എ വേ ഓഫ് ഷോയിങ് ദാറ്റ് വൺ ഐറ്റം ഇസ് എ സബ് ഐറ്റം ഓഫ് അനദർ as demonstrated here. Instead of indenting subheadings within spaces, you can do so using increase indent command, which make it a lot easier to keep indented text ഈക്വലി ഇൻഡന്റ്. നമുക്ക് ഒരുപോലെ നമ്മുടെ സെൽസിലെ കണ്ടന്റിനെ ഇൻഡന്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇൻഡന്റ് സെൽസ് യൂസ് ചെയ്യുന്നത്. ഇൻഡന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. സെലക്ട് ചെയ്യുക, സെൽസ് സെലക്ട് ചെയ്യുക. ഇതിനകത്ത് ഇൻക്രീസ് ഇൻഡന്റും ഉണ്ട്, ഡിക്രീസ് ഇൻഡന്റും ഉണ്ട്. കണ്ടോ, ഒരുമിച്ച് നമുക്ക് ഇൻഡന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. Select the cell or cells wish to indent the text. Home tab in the alignment group, click the increase indent command. You can click increase as many times you want to achieve indent you desire. To decrease indent, simply click the decrease indent command. അപ്പോൾ നമുക്ക് ഇൻഡന്റ് ചെയ്യണമെങ്കിൽ, ഡിക്രീസ് ചെയ്യണമെങ്കിൽ നമ്മുടെ അപ്പിയറൻസ് അനുസരിച്ച് നമുക്ക് ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ് ഇൻഡന്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് 2 സെല്ലിനകത്തെ കണ്ടന്റ് മെർജ് ചെയ്യാൻ വേണ്ടി often table applies to multiple columns. To these cases, this is useful to merge cells to show this. Following example 3A 2012-13 each apply 4 columns. To merge cells or heading in Microsoft Excel, select the cells or heading you wish to merge. On the home tab in the alignment group, click a merge and center command. അതുപോലെ തന്നെ നമുക്ക് 2 കണ്ടന്റിന്റെ ടെക്സ്റ്റ്, അതായത് 2 സെൽസിനുള്ളിലാണ് നമ്മുടെ ടെക്സ്റ്റ് വരേണ്ടതെങ്കിൽ ഞാൻ പറയാം. ഇപ്പോൾ 2013 എന്ന് പറയുന്ന ഈ ടെക്സ്റ്റിൽ നമ്മൾ കൊടുത്തേക്കുന്ന വാല്യൂസ് എന്ന് പറയുന്നത് 1, 2, 3, അതുപോലെ തന്നെ സെക്കൻഡ് നമ്മൾ 4, 5, 6 ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. പക്ഷെ നമുക്ക് സെൻറ്ററായിട്ട് ഈ 2013 വരണം. അതിനുവേണ്ടി നമ്മൾ സെൽസിനെ മെർജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. 2 സെല്ല് ഒരുമിച്ച് സെലക്ട് ചെയ്യുക. ഈ അലൈൻമെൻറ്റ് ഗ്രൂപ്പിലെ മെർജ് ആൻഡ് സെൻറ്റർ എന്ന് പറയുന്ന ഈ കമാൻഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സെൽസിലുള്ള ടെക്സ്റ്റിനെ മെർജ് ചെയ്യാനും അതുപോലെ തന്നെ സെൻറ്റർ ആക്കാനും പറ്റും.
By default, numbers in Microsoft Excel do not show commas, do not show first two decimal. However, numbers can be formatted to appear in many different ways. Numbers in Excel can be formatted to show commas, show currency symbols, appear in percentage, and more. To display numbers with the thousand separator in Microsoft Excel, select the cells of which you wish to display numbers within a thousand separator. On the Home tab number group, click the comma style command. To display numbers within a currency symbol or percentage in Microsoft Excel, select the appropriate symbols. നമുക്ക് ഇതിനകത്ത് ഡിഫറെൻറ്റ് സിമ്പിൾസ് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇവിടെ കോമ സ്റ്റൈൽ വേണമെങ്കിൽ ഇവിടെ കോമ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പേഴ്സൻറ്റേജ് സ്റ്റൈൽ വേണമെങ്കിൽ പേഴ്സൻറ്റേജ് യൂസ് ചെയ്യാം. ഇതാണ് പറഞ്ഞേക്കുന്നത്. ഇനി നമുക്ക് ഡേറ്റ് ഫോർമാറ്റ്സ് എന്താണെന്ന് നോക്കാം. പേജ് നമ്പർ 137 തന്നെയാണ് ഡേറ്റ് ഫോർമാറ്റ്സും പറഞ്ഞേക്കുന്നത്. മൈക്രോസോഫ്റ്റ് എക്സൽ ആക്ച്വലി സ്റ്റോർസ് ഡേറ്റ്സ് ആസ് നമ്പേഴ്സ്, സോ ഡിസ്പ്ലേയിങ് ഡേറ്റ്സ് ഈസ് റിയലി ഫോർമാറ്റിംഗ് ഇഷ്യൂ. എക്സൽ അലൗസ് യു ടു ഡിസ്പ്ലേ ഡേറ്റ്സ് ഇൻ മെനി വേസ്. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് വേസിൽ നമ്മുടെ ഡേറ്റ് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. To change the way dates you applied in Microsoft Excel, select the cells or cells you wish to change the way dates are displayed. Home tab number group, click the dialog box launcher, format cell dialog box number tab, then select date in category box, choose the format from type box. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഈ നമ്പർ ഗ്രൂപ്പിനകത്ത് ഒന്നെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഇതിനകത്ത് ഡേറ്റ് എന്ന് പറയുന്ന ആ സിമ്പിൾ എടുക്കുക, നമ്മൾ ടൈപ്പ് സെലക്ട് ചെയ്യുക, ഓക്കെ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഡെസിമൽസിനെ ഷോ ചെയ്യാനുള്ള അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഹോം ടാബിനുള്ളിനകത്തെ തന്നെ നമ്പർ ഗ്രൂപ്പിനകത്ത് ഇൻക്രീസ് ഡെസിമൽ ഓർ ഡിക്രീസ് ഡെസിമൽ കമാൻഡ് യൂസ് ചെയ്താൽ മതി. ഇതാണ് ഇൻക്രീസ്, ഇത് ഡിക്രീസ്. ഇനി നെക്സ്റ്റ് പേജ് നമ്പർ 139 എങ്ങനെയാണ് ടെക്സ്റ്റ് സെൻറ്റർ ചെയ്യുന്നതെന്നാണ് അല്ലേ. ഹെഡിങ് സെൽ. ഇഫ് യു have label or heading on spreadsheet in Excel that you want to center across certain number of cells, there are couples of ways you can do this. With or without merging cells, we can discuss both ways. First, we center the text across cells by merging cells. To do this, select the cells you want to merge. In the alignment section of Home tab, click merge and center button. The cells are merged. The text is centered in this സിംഗിൾ റിസൾട്ടിങ് സെല്ല്. അപ്പം നമ്മൾ ഫസ്റ്റ് പറഞ്ഞു മെർജ് ആൻഡ് അലൈൻമെൻറ്റ് സെക്ഷനകത്ത് മെർജ് ആൻഡ് സെൻറ്റർ സെൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അലൈൻ ചെയ്യാൻ പറ്റും. ഇഫ് യു ഡോണ്ട് വാണ്ട് ടു മെർജ് ദ സെൽസ്, യു ക്യാൻ സ്റ്റിൽ സെൻറ്റർ ടെക്സ്റ്റ് അക്രോസ് ദം. എൻ്റർ യുവർ ടെക്സ്റ്റ് ഇൻ ദ ഫസ്റ്റ് സെൽസ് ഓഫ് അക്രോസ് യു വിഷ് ടു വാണ്ട് ടു സെൽ ദ ടെക്സ്റ്റ്. Select the cells, click the alignment settings button, lower right corner of alignment section on the Home tab. There you can select center from the drop down menu below horizontal heading. അല്ലെങ്കിൽ നമുക്ക് അലൈൻമെൻറ്റ് ചെയ്യാതെ തന്നെ ഇതിനകത്ത് സെൻറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് മെർജ് ചെയ്യാതെ തന്നെ സെൻറ്റർ ആക്കാൻ വേണ്ടി അലൈൻമെൻറ്റിനകത്ത് സെൻറ്റർ അപ്ലൈ ചെയ്താൽ മതി. ഇപ്പം നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചത് എന്നതാ, നമ്മുടെ എക്സൽ ഷീറ്റുകൾ എങ്ങനെ ഫോർമാറ്റ് ചെയ്യുക. അപ്പം 3 ഗ്രൂപ്പാണ് നമ്മൾ മെയിൻലി പഠിച്ചത്. ഈ ഫോണ്ട് ഗ്രൂപ്പിനകത്തെ കമാൻഡ്സ് ഒക്കെ പഠിച്ചു, അലൈൻമെൻറ്റ് ഗ്രൂപ്പിനകത്തെ പഠിച്ചു, അതുപോലെ തന്നെ നമ്പർ ഗ്രൂപ്പിനകത്തെ കമാൻഡ്സ് പഠിച്ചു. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ വർക്ക്ഷീറ്റ് ഫോർമാറ്റ് ചെയ്യുന്നതെന്നാണ് ഈ ക്ലാസ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ. ഇനി അടുത്തതിനകത്ത് നമുക്ക് ഫോർമുലാസ് യൂസ് ചെയ്ത് എക്സൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പഠിക്കാം കേട്ടോ.